ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആൻഡ് റൂൾസ്. നമുക്കാദ്യം എങ്ങനെയാണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലവിൽ വന്നത്, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് ഓഗസ്റ്റ് 1930 കേണൽ ആർ.എൻ. ചോപ്രയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഈ കമ്മിറ്റി രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഡ്രഗ് എൻക്വയറി കമ്മിറ്റി ഓർ ചോപ്ര കമ്മിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന മിസ്ബ്രാൻഡഡും അതുപോലെ തന്നെ അഡൾട്രേറ്റഡും സബ്സ്റ്റാൻഡേർഡും ആയിട്ടുള്ള ഡ്രഗ്സിനെ പറ്റി അന്വേഷിക്കുക. അങ്ങനെ ഉള്ള മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെതിരെ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ചോപ്ര കമ്മിറ്റിയുടെ ഉദ്ദേശം. ചോപ്ര കമ്മിറ്റി എന്ത് ചെയ്തു? 1931 ഇവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഇവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ 1937 വരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സായി. ഇതിനകത്ത് ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇമ്പോർട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനാണ്, അതായത് ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ 1939 നമ്മുടെ അസംബ്ലിയിൽ ഡ്രഗ് ഇമ്പോർട്ട് ബില്ല് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചു. പക്ഷേ ഇത് പാസ്സായില്ല. ഡ്യൂ ടു സം റീസൺസ് എന്ത് ചെയ്തില്ല? ഈ ഡ്രഗ് ഇമ്പോർട്ട് ബില്ല് പാസ്സായില്ല. പക്ഷേ ഈ ഡ്രഗ് ഇമ്പോർട്ട് ബില്ല് വേറൊരു ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണമായി. അതാണ് ഇന്ത്യൻ ഡ്രഗ് ബില്ല് എന്ന് പറയും. ഓക്കെ, ഇത് സെൻട്രൽ ലെജിസ്ലേച്ചറിൽ എന്ത് ചെയ്തു? സബ്മിഷന് വെച്ചു. അതെന്ത് ചെയ്തു? പാസ്സായി. ഇത് പാസ്സായി റിസീവ് ചെയ്ത് ലാസ്റ്റ് എന്തായത്? ഡ്രഗ്സ് ആക്ട് ആയിട്ട് മാറി. ഓക്കെ, ഡ്രഗ് ആക്ട് 1940 ആയിട്ട് മാറി. 1940 ഇത് അപ്രൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് വിളിക്കുന്നു? ഡ്രഗ് ആക്ട് 1940 എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന് പിന്നിലുള്ള ഹിസ്റ്ററി. നമുക്കടുത്ത് എന്തൊക്കെയാണ് ഈ ഒരു ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇതാണ്: ടു പ്രിവെൻറ്റ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് പെർസ്യൂമബ്ലി ഫോർ ട്രീറ്റ്മെൻറ്റ് മെയിൻറ്റെയിനിങ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് പ്രിവെൻറ്റ് ചെയ്യുക, മാത്രമല്ല മെഡിസിൻ അതുപോലെ മെഡിസിനൽ കെയറിലൊക്കെ എന്ത് ചെയ്യുക? ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ് വൺ, ടു റെഗുലേറ്റ് ദ ഇമ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ഓക്കെ, അതായത് ഡ്രഗ്സിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുക? ഇമ്പോർട്ടും മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷനും സെയിലും ഒക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക ത്രൂ ലൈസൻസിങ്. ദെൻ മാനുഫാക്ചറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെയിലൊക്കെ എന്ത് ചെയ്യുക? ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് വഴി മാത്രം നടത്തുക. ഇതും നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവ് ആയിരുന്നു. ദെൻ ദിസ് ആക്ട് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, അതിന് വേറൊരു റൂൾ ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സൈസ് ഡ്യൂട്ടിയിൽ വേറൊരു കാര്യമില്ല. ദെൻ ഓൾസോ ടു റെഗുലേറ്റ് ദ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സ്. ഓക്കെ, സിദ്ധ, ആയുർവേദ, യുനാനി ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറും സെയിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് തന്നെയാണ്. ദെൻ ടു എസ്റ്റാബ്ലിഷ് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ആൻഡ് ഡ്രഗ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഫോർ അലോപ്പതിക് ആൻഡ് അലൈഡ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ഈ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡും അതുപോലെ തന്നെ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയൊക്കെ നമ്മളിനി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്ക് എന്താണ് ഡ്രഗ്സ്, എന്താണ് കോസ്മെറ്റിക്സ്, അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, കാരണം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ്. ഓക്കെ, എന്താണ് ഡ്രഗ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് ആദ്യം നോക്കാം. All medicines for internal or external use of human beings or animals and all substances intended to be used for on in the diagnosis, treatment, mitigation or prevention of any disease or disorder in human beings or animals, including preparations applied on human body for the purpose of repelling insects like mosquitoes. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. അത് ഇൻറ്റേർണലോ എക്സ്റ്റേണൽ യൂസിനോ വേണ്ടിയിട്ടുള്ളതായിരിക്കാം, ഫോർ ഹ്യൂമൻ ബീങ്സ് ഓർ അനിമൽസ്. ദെൻ ദീസ് സബ്സ്റ്റൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, മിറ്റിഗേഷൻ ഓർ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. എനി ഡിസീസ് ഓർ ഡിസോർഡർ ഇൻ ഹ്യൂമൻ ബീങ്സ് ഓർ അനിമൽസ്. ഇതിനകത്ത് ഏത് പ്രിപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ മൊസ്കിറ്റോസിനെയൊക്കെ റിപ്പൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോമുലേഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ദെൻ കോസ്മെറ്റിക്സ് എന്താണെന്ന് നോക്കാം. Any article intended to be rubbed, poured, sprinkled or sprayed on or introduced into
or otherwise applied to the human body or any part thereof for cleansing, beautifying, promoting attractiveness or altering the appearance, and includes any article intended for use as a component of cosmetic. ഓക്കെ, എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ഏതൊരു ആർട്ടിക്കിളും അത് റബ്ബ് ചെയ്യാനോ പോർ സ്പ്രിങ്കിൾ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാനോ നമ്മുടെ ബോഡിയിലോട്ട് ടു ദ ഹ്യൂമൻ ബോഡി ഓർ എനി പാർട്ട് thereof for cleansing, beautifying, promoting the attractiveness. ഓക്കെ, ക്ലെൻസ് ചെയ്യാനോ ബ്യൂട്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അപ്പിയറൻസ് മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്ന കാര്യങ്ങൾ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനകത്തോട്ട് പോകാം. അതാണ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്. ഇമ്പോർട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്: പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് മെറ്റീരിയൽ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പ്ലേസ് ഇൻ ഇന്ത്യ. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ പാലിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സിനകത്ത് നമ്മൾ ഡ്രഗ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, ആ 3 ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് ഈസ് പ്രൊഹിബിറ്റഡ്. മനസ്സിലായല്ലോ എന്താണെന്ന്. ഏതൊക്കെയാണോ പ്രൊഹിബിറ്റ് ചെയ്തത്, ഇമ്പോർട്ട് പ്രൊഹിബിറ്റ് ചെയ്ത ഡ്രഗ്സ്, അതിലൊരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഏതാണ്? ഡ്രഗ്സ് വിച്ച് മേ ബി ഇമ്പോർട്ടഡ് അണ്ടർ ലൈസൻസ് ഓർ പെർമിറ്റ്. ഓക്കെ, ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റോട് കൂടെ മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ്, അതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. എന്താണ്? ഡ്രഗ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ് വിത്തൗട്ട് ലൈസൻസ്. ഓക്കെ, ലൈസൻസ് ഒന്നും ആവശ്യമില്ല, അതില്ലാതെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായല്ലോ. ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസസ് ഓഫ് ഡ്രഗ്സ് പ്രൊഹിബിറ്റഡ് ടു ബി ഇമ്പോർട്ടഡ്. ഓക്കെ, എന്താണ്? ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കാത്ത ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്, അതുപോലെ തന്നെ അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്. ഓക്കെ, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട് എക്സാംസിന്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്. മിസ് ബ്രാൻഡഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ്സ് കളേർഡ്, കോട്ടഡ്, പൗഡേർഡ് ഓർ പോളിഷ്ഡ് ടു കൺസീൽ ഡാമേജ് ഓർ ടു അപ്പിയർ ബെറ്റർ തെറാപ്യൂട്ടിക് വാല്യൂ. എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് അതിനില്ലാത്തൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡ്രഗിനെ കോട്ട് ചെയ്യുകയോ കളർ ചെയ്യുകയോ പൗഡർ ചെയ്യുകയോ പോളിഷ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആക്ച്വൽ തെറാപ്യൂട്ടിക് വാല്യൂ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിനെ നമ്മൾ എന്ത് വിളിക്കും? മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് വിളിക്കും. സെക്കൻഡ് വൺ, ഡ്രഗ്സ് നോട്ട് ലേബിൾഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഓക്കെ, അതായത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ഒരു ഡ്രഗ് എങ്ങനെയാണ് ലേബൽ ചെയ്യേണ്ടതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ടില്ലെങ്കിൽ അതും മിസ് ബ്രാൻഡഡ് ഡ്രഗ് ആയിട്ട് കണക്ക് കൂട്ടും. ദെൻ ഡ്രഗ്സ് വിച്ച് ആർ അതർവൈസ് ഫോൾസ് ആൻഡ് മിസ്ലീഡിങ് ഇൻ ക്ലെയിംസ്. ഓക്കെ, അത് ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലെയിംസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ചില അസുഖങ്ങൾ ഭേദമാവില്ലെങ്കിൽ അത് ഭേദമാവുമെന്നോ അങ്ങനെ എന്തെങ്കിലും മിസ്ലീഡിങ് ക്ലെയിംസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിനെ നമ്മൾ എന്ത് വിളിക്കും? മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്. എന്തായിരിക്കും അഡൾട്രേറ്റഡ്? നിങ്ങൾ കോഗ്നസിക്കകത്തൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ അഡൾട്രേറ്റഡ് എന്താണെന്ന്. അതായത് ഡ്രഗ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എനി ഫിൽത്തി, പ്യൂട്രിഡ് ഓർ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ്. ഓക്കെ, ഇതിനെയാണ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഡ്രഗ്സിനകത്ത് എന്താണ്? എന്തെങ്കിലും ഫിൽത്തിയോ പ്യൂട്രിഡോ ഡീകമ്പോസ്ഡോ, അതായത് ഡീകമ്പോസ്ഡ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. അതായത് ഒരു ഉപകാരമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഡ്രഗാണെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡൾട്രേറ്റഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡ്രഗ്സ് കണ്ടെയ്നിങ് എനി ടോക്സിക് ഓർ ഹാംഫുൾ സബ്സ്റ്റൻസസ്. ഓക്കെ, അതെന്തിന് കാരണമാവാം? ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആയിരിക്കും അല്ലേ. അതായത് അതിനകത്ത് ഈ നമ്മുടെ ഫോമുലേഷനകത്ത് എന്തെങ്കിലും ടോക്സിക് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവുകയും അത് നമ്മുടെ ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതും അഡൾട്രേറ്റഡ് ഡ്രഗിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡ്രഗ്സ് പ്രോസസ്ഡ് ഓർ സ്റ്റോർഡ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? അത് ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇൻസാനിറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, ഡ്രഗ്സ് പാക്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് കമ്പോസ്ഡ് ഓഫ് പോയിസണസ് ഓർ ഡിറ്റീരിയോറസ് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് ഡെലിറ്റീരിയസ് അല്ലെങ്കിൽ എന്താണ്
ഇൻസാനിറ്ററി ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യുന്നുണ്ട്, അത് പോയിസണസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതും എന്താണ് അഡൾട്രേറ്റഡ് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നുണ്ടാവും. ദെൻ ഡ്രഗ്സ് കണ്ടെയ്നിങ് കളർ അതർ ദാൻ ദോസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അതായത് നമുക്കറിയാം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പറേഷൻസിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതർ ദാൻ ദാറ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കളറിൽ പറയാത്ത ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ് അഡൾട്രേറ്റഡ് ഡ്രഗ് ആയിട്ട് മാറും. ദെൻ അഡ്മിക്സ്ഡ് വിത്ത് സബ്സ്റ്റൻസ് വിച്ച് റെഡ്യൂസസ് ഇറ്റ്സ് ക്വാളിറ്റി ഓർ സ്ട്രെങ്ത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫോമുലേഷനകത്ത് നമ്മളൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുകയാണ്, അത് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് കൺസിഡർ ചെയ്യും, അഡൾട്രേറ്റഡ് ഡ്രഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ചില ഡ്രഗ്സ് എന്ത് ചെയ്യും, ലോങ് സ്റ്റോറേജ് നടക്കുമ്പോൾ അതിനകത്ത് ഡിറ്റീരിയേഷൻ സംഭവിച്ചിട്ട് അവിടെ എന്താണ് ഡീഗ്രേഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് വിത്തൗട്ട് ദി നോളജ് ഓഫ് മാനുഫാക്ചറാണ് സംഭവിക്കുന്നതെങ്കിലും മാത്രമല്ല ആ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ടോക്സിക് അല്ല എങ്കിലും എന്ത് ചെയ്യില്ല, അതൊരു അഡൾട്രേറ്റഡ് ഡ്രഗ് ആയിട്ട് കാണില്ല. ഓക്കെ, ഇതാണ് അഡൾട്രേറ്റഡ് ഡ്രഗിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്പ്യൂരിയസ് ഡ്രഗ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് മിസ് ബ്രാൻഡഡ്, അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ സ്പ്യൂരിയസ് എന്താണെന്ന് നോക്കാം. ഡ്രഗ്സ് വിച്ച് ആർ ഇമിറ്റേഷൻസ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ അതർ ഡ്രഗ്സ്. ഓക്കെ, ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് വിളിക്കും, സ്പ്യൂരിയസ് ഡ്രഗ്സ് എന്ന് വിളിക്കും. ഓക്കെ, മാത്രമല്ല ഡ്രഗ് വിച്ച് റിസംബിൾസ് അതർ ഡ്രഗ്സ് ഇൻ വിച്ച് മാനർ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി മാർക്കറ്റിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ പോലെ കാണാൻ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു സംഭവം ഇറക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി മറ്റേ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു എന്നും കണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങി എന്ത് സംഭവിക്കും, നമുക്ക് സംശയം തോന്നും അല്ലേ, ഇതിൽ രണ്ടിലും ഏതാണ് കറക്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം സംശയം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു ഡ്രഗ് ഇറങ്ങുന്നുണ്ടെങ്കിൽ, സെയിം പാക്കിംഗ് എല്ലായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും എന്താണ്, സ്പ്യൂരിയസ് ഡ്രഗാണ്. ദെൻ ഡ്രഗ്സ് വിച്ച് ബെയർ നെയിം ഓഫ് അതർ ഡ്രഗ്സ്, ഓൾറെഡി ഉള്ള ഡ്രഗ്സിൻ്റെ പേരിൽ ഡ്രഗ്സ് എന്താണ് ഫോമുലേഷൻസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്പ്യൂരിയസ് ആണ്. ദെൻ ഡ്രഗ്സ് വിച്ച് ബിയർ മാനുഫാക്ചറേഴ്സ് നെയിം വിച്ച് ഈസ് ഫിക്ഷ്യസ്. ഓക്കെ, അങ്ങനെ ഒരു മാനുഫാക്ചറർ ഇല്ലാത്തൊരു മാനുഫാക്ചറുടെ പേരിൽ ഡ്രഗ്സ് മാർക്കറ്റിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അതും സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, ഡ്രഗ്സ് വിച്ച് ആർ പാർട്ട്ലി ഹോളി റീപ്ലേസ്ഡ് ബൈ അതർ സബ്സ്റ്റൻസസ് ഓർ ഡ്രഗ്സ്. ഓക്കെ, അതായത് വേറൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗ് വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഡ്രഗിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്പ്യൂരിയസ് ഡ്രഗിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഏതിൻ്റെ കാറ്റഗറിക്കകത്താണ് പഠിക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ, ക്ലാസസ് ഓഫ് ഡ്രഗ്സ് പ്രൊഹിബിറ്റഡ് ടു ബി ഇമ്പോർട്ട്. ഓക്കെ, ഇത് ഒരിക്കലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഡ്രഗ്സ് ആണ് ഇതൊക്കെ. ദെൻ ഫോർത്ത് വൺ, ഡ്രഗ്സ് വിച്ച് ആർ ഓഫ് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ഓക്കെ, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലാത്ത ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡ്രഗ്സ് ക്ലെയിം ടു പ്രിവെൻറ്റ് ഷെഡ്യൂൾ ജെ ഡിസീസ്. എന്താണ് ഷെഡ്യൂൾ ജെ ഡിസീസ് നമ്മളിനി പഠിക്കുന്നുണ്ട്. എന്താണ് ഷെഡ്യൂൾ ജെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡ്രഗ്സ് വഴി ഒരിക്കലും നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കാത്ത ഡിസീസിനെയാണ് എന്ത് വിളിക്കുന്നത്, ഷെഡ്യൂൾ ജെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഷെഡ്യൂൾ ജെ ഡിസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രഗ്സ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്യൂർ ചെയ്യുമെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സ് എന്തിനകത്താണ് വരുന്നത്, പ്രൊഹിബിറ്റഡ് ടു ബി ഇമ്പോർട്ടഡിനകത്താണ് വരുന്നത്. ദെൻ ഡ്രഗ്സ് whose sale, distribution and manufacturing are prohibited in country of origin. ഏത് കൺട്രിയിലാണത് ജനറേറ്റ് ചെയ്തത് അവിടെ തന്നെ അതിൻ്റെ എന്താണ് സെയിലും ഡിസ്ട്രിബ്യൂഷനും മാനുഫാക്ചറിങ്ങും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് ദോസ് ഫോർമുല ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. എന്തായിരിക്കും അത്, അതായത് പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കൽ ട്രയലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഫോർമുലേഷൻസിൻ്റെ ഒന്നും എന്തായിരിക്കില്ല, ഇൻഗ്രീഡിയൻസിൻ്റെ ഫോർമുലയൊന്നും എന്തായിട്ടുണ്ടാവില്ല, ഡിസ്ക്ലോസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് പ്രൊഹിബിറ്റഡ് അണ്ടർ ദ റൂൾ. ഓക്കെ, റൂൾ പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡ്രഗ്സ് നോട്ട് ഹാവിങ് ക്ലൈംഡ് തെറാപ്യൂട്ടിക് വാല്യൂ, അതായത് ഇത് ക്ലെയിം ചെയ്യുന്ന അവകാശപ്പെടുന്ന അത്രയും തെറാപ്യൂട്ടിക് വാല്യൂ ഇല്ലാത്ത ഫോർമുലേഷൻ അല്ലെങ്കിൽ ഡ്രഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡ്രഗ്സ് കണ്ടെയ്നിങ് ഇൻഗ്രീഡിയൻസ് ഇൻ സച്ച് ക്വാണ്ടിറ്റീസ് ദാറ്റ് ദർ ഈസ് നോ തെറാപ്യൂട്ടിക് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം പാരസെറ്റമോളിൻ്റെ ഡോസ് എന്ന് പറയുന്നത് എന്താണ്, 500 or 650 milligram ആണല്ലേ. അപ്പോൾ അതിൽ കുറവ് അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ തെറാപ്യൂട്ടിക്കലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്സ് ഉള്ള ഫോർമുലേഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസസ് ഓഫ് ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് നോക്കുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. ക്ലാസസ് ഓഫ് ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് ഈസ് പ്രൊഹിബിറ്റഡ്. ഓക്കെ, അത് ഏതൊക്കെയായിരുന്നു? മിസ്ബ്രാൻഡഡ്, അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ്, ദെൻ അതുപോലെ തന്നെ വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻസും പഠിച്ചു. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഡ്രഗ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ് ഓൺലി അണ്ടർ ലൈസൻസ് ഓർ പെർമിറ്റ്. ഓക്കെ, ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് 5 ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഷെഡ്യൂൾ C and C1 ഡ്രഗ്സ്, ഷെഡ്യൂൾ X ഡ്രഗ്സ്, ഡ്രഗ്സ് ഫോർ അനലിറ്റിക്കൽ പർപ്പസ്, ഡ്രഗ്സ് ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഫൈനലി ന്യൂ ഡ്രഗ്സ്. ഓക്കെ, ഇത്രയും ക്ലാസസ് ഓഫ് ഡ്രഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഇമ്പോർട്ട് ഓഫ് ഷെഡ്യൂൾ C and C1 ഡ്രഗ്സ്. നമ്മൾ ഈ ഷെഡ്യൂൾസൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഷെഡ്യൂൾ C and C1 ഡ്രഗ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, വാക്സിൻസിനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പെടുത്തുന്നത്, ഷെഡ്യൂൾ C and C1 പെടുത്തുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ C and C1 ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിന് എന്ത് ചെയ്യണം? നമുക്കൊരു ലൈസൻസ് വേണം. അപ്പോൾ ഈ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലൈസൻസി മസ്റ്റ് ഹാവ് അഡിക്വേറ്റ് ഫെസിലിറ്റി ഫോർ സ്റ്റോറേജ്. ഈ ലൈസൻസി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ലൈസൻസി എന്ന് പറഞ്ഞാൽ ആരാണോ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈസൻസി എന്ന് വിളിക്കുന്നത്. ലൈസൻസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളാണ് ലൈസൻസി. ഓക്കെ, അപ്പോൾ ഈ ലൈസൻസിക്ക് എന്തുണ്ടായിരിക്കണം? അഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ സ്റ്റോറേജ്. ഓക്കെ, അതായത് ഇമ്പോർട്ട് ചെയ്ത ഡ്രഗിനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് സെയിൽ ഓഫ് ഇമ്പോർട്ടഡ് ഡ്രഗ്സ്. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള റെക്കോർഡ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നെയിം ഉണ്ടായിരിക്കണം, ആർക്കാണ് നമ്മളിത് വിൽക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലി സൂക്ഷിക്കുന്നുണ്ടാവണം. ദെൻ തേർഡ് വൺ, അലോ ഇൻസ്പെക്ടേഴ്സ് ടു ഇൻസ്പെക്ട് ദി പ്രിമൈസസ്. ഓക്കെ, അത് നമുക്കറിയാം. അതായത് എപ്പോഴാണോ ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ പ്രിമൈസ് ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? അവരെ അലോ ചെയ്യണം. മാത്രമല്ല അവർക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് ഇൻസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ പർച്ചേസ്, സെയിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. ഓക്കെ, ദെൻ മാത്രമല്ല സാമ്പിൾസ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാമ്പിൾസ് ഈ വരുന്ന ഇൻസ്പെക്ടേഴ്സ് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പക്കൽ നിന്ന് എടുക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുവാദം ആർക്കുണ്ട്? ഇൻസ്പെക്ടേഴ്സിന് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, അലോ ദ ലൈസൻസിങ് അതോറിറ്റി ടു ടേക്ക് സാമ്പിൾസ്. നമ്മളിപ്പം പറഞ്ഞ തന്നെയാണ്, ലൈസൻസിങ് അതോറിറ്റി വന്നാലും എന്ത് കൊടുക്കണം? സാമ്പിൾസ് എടുക്കാനുള്ള. ഓക്കെ, ഇൻസ്പെക്ടേഴ്സ് വന്നാലും സാമ്പിൾസ് എടുക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിങ് അതോറിറ്റി വന്നാലും ഈ ഇമ്പോർട്ട് ചെയ്ത ബാച്ചസിൽ നിന്ന് സാമ്പിൾസ് എടുത്ത് ചെക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, should not sell batch of drugs that the licensing authority has taken. അതായത് ഒരിക്കൽ ഇൻസ്പെക്ഷൻ നടന്ന് ലൈസൻസിങ് അതോറിറ്റി എടുക്കുന്ന ബാച്ചസ് ഓഫ് ഡ്രഗ്സിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പിന്നീട് വിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ലൈസൻസിങ് അതോറിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലേ? ഈ ലൈസൻസിങ് അതോറിറ്റി എന്ത് ചെയ്യും? ഈ ഡ്രഗ്സിന് അനാലിസിസിന് വേണ്ടിയിട്ട് അയക്കും. ആ അനാലിസിസ് വന്ന് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫർദർ സെയിലിംഗ് ഒക്കെ നടത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ്. അതായത് ഇത് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ നമുക്ക് വിൽക്കാൻ പറ്റില്ല, അതിനെ റീകോൾ ചെയ്യും. ദെൻ മാത്രമല്ല ഫോം 9 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കംപ്ലൈ ചെയ്തിട്ടായിരിക്കണം ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. മാത്രമല്ല ലൈസൻസ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ലൈസൻസിങ് അതോറിറ്റി അത് സസ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കാരണം കാണിക്കണം. അവർ എന്താണ് പ്രശ്നം പറഞ്ഞത് അതിന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റീസൺ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് അവർ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ വിത്തിൻ 3 months നമ്മൾ എന്ത് ചെയ്യണം? കോർട്ടിൽ അപ്പീൽ കൊടുക്കണം. കോർട്ടിൻ്റെ ഡിസിഷൻ എന്തായിരിക്കും? ഫൈനലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂൾ C and C1 ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ഓഫ് ഷെഡ്യൂൾ X ഡ്രഗ്. ഷെഡ്യൂൾ X എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഷെഡ്യൂൾസിനെയാണ് നമ്മൾ ഷെഡ്യൂൾ X എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്താണ്? ഒരു ലൈസൻസ് നെസസറി ആണ് ഷെഡ്യൂൾ X ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട്. ദെൻ ബിഫോർ ഗ്രാൻഡിങ് ദ ലൈസൻസിങ് അതോറിറ്റി മസ്റ്റ് എൻഷുർ ദ ആപ്ലിക്കൻറ്റ് ഹാസ് പ്രോപ്പർ ഫെസിലിറ്റീസ്. നമ്മൾ ഷെഡ്യൂൾ C and C1 പറഞ്ഞപ്പോഴും പറഞ്ഞു
അവിടെ എന്തുണ്ടായിരിക്കണം, ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിനും ഒക്കെ എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ആര് ചെക്ക് ചെയ്യും, ലൈസൻസിങ് അതോറിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല വേറൊരു കണ്ടീഷൻ ഇവർക്കുണ്ട്, ഷെഡ്യൂൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ഡ്രഗാണ്. അപ്പോൾ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്ക് നേരത്തെ ലൈസൻസ് കൊടുക്കുകയും അത് ഏതെങ്കിലും ഒരു കാരണത്താൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് തെളിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കില്ല, പിന്നെ അയാൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ലൈസൻസ് കൊടുക്കില്ല. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, കാരണം അയാൾ നേരത്തെ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് അയാൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ ലൈസൻസിങ് അതോറിറ്റിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days നമുക്ക് ആരെ സമീപിക്കാം, സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പീൽ കൊടുക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ എന്തായിരിക്കും, ഫൈനലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ എക്സ് ഡ്രഗിൻ്റെ ഇമ്പോർട്ടിനകത്ത് ചോദിക്കുക. ഈ ഷെഡ്യൂൾ എക്സിൻ്റെ ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ഒരു സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഡിപ്ലോമയിലും അതുപോലെ തന്നെ ബി ഫാമിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ തേർഡ് വൺ, import of small quantities of drugs for examination, test or analysis. ഓക്കെ, അതായത് നമ്മുടെ അനലിറ്റിക്കൽ പർപ്പസ് ഇല്ലേ, അനലിറ്റിക്കൽ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മുടെ ലാബിലൊക്കെ ഡ്രഗ്സിൻ്റെ അനാലിസിസ് ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഡ്രഗ്സ് സാധാരണ ഇമ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മുടെ രാജ്യത്തേക്ക്, വേറെ രാജ്യത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ലൈസൻസിങ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട്. ആ ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് ആരാണ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. മനസ്സിലായല്ലോ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ലൈസൻസ് വേണം. ആ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നത് ആരായിരിക്കണം, നമ്മുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ആവശ്യമുള്ളത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഓക്കെ, സൈൻ ചെയ്യുക. ദെൻ എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ ഒരു ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലൈസൻസി മസ്റ്റ് ഓൺലി ഇമ്പോർട്ട് ഡ്രഗ്സ് ഫോർ സ്പെസിഫൈഡ് യൂസ്. ഓക്കെ, സ്പെസിഫൈഡ് യൂസ്, അതായത് അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, മസ്റ്റ് കീപ് എ റെക്കോർഡ് ഓഫ് സബ്സ്റ്റൻസസ് ഇമ്പോർട്ടഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ എന്തുണ്ടായിരിക്കണം, റെക്കോർഡ്സ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ക്വാണ്ടിറ്റീസ്, അതുപോലെ നെയിം ഓഫ് മാനുഫാക്ചറേഴ്സ്, ഡേറ്റ് ഓഫ് എക്സ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റെക്കോർഡ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവണം. ദെൻ വേറൊരു കാര്യവും നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മസ്റ്റ് അലോ ഇൻസ്പെക്ടേഴ്സ് ടു ഇൻസ്പെക്ട് ദി പ്രിമൈസസ്. ഓക്കെ, അതായത് എപ്പോഴൊക്കെയാണോ ഇൻസ്പെക്ടേഴ്സ് അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരുന്നത് ആ സമയത്തൊക്കെ അവരെ അനുവദിക്കണം. അത് റെക്കോർഡ്സ് ചെക്ക് ചെയ്യാനും അനാലിസിസ് നടത്താനും ഒക്കെയുള്ള അനുവാദം കൊടുക്കണം. ദെൻ ലാസ്റ്റ് വൺ, ലൈസൻസി മസ്റ്റ് കംപ്ലൈ വിത്ത് കണ്ടീഷൻസ്. ഓക്കെ, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ നമ്മുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് പറഞ്ഞിട്ടുള്ള അതെല്ലാം പാലിക്കണം. മാത്രമല്ല ലൈസൻസ് വിൽ ബി ക്യാൻസൽഡ് ഇഫ് ദ കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഓൾറെഡി അലോ ചെയ്ത ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, ലൈസൻസിങ് അതോറിറ്റിക്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിക്കാം വിത്തിൻ 3 months. ദെൻ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ എന്തായിരിക്കും, ഫൈനലായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ട് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡ്രഗ്സ് ഫോർ എക്സാമിനേഷൻ, ടെസ്റ്റ് ഓർ അനാലിസിസിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നോക്കാം. അപ്പോൾ സാധാരണ അപ് ടു 100 doses വരെ എന്താണ്, അലൗഡ് ആണ്. ഓക്കെ, അപ് ടു 100 doses വരെ അലൗഡ് ആണ് വിത്ത് ദ പാസഞ്ചേഴ്സ് ബാഗേജ്. ഓക്കെ, നമ്മൾ കൊണ്ടുവരുന്ന ബാഗേജ്, ബോണഫൈഡ് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് ബാഗേജിൽ 100 doses വരെ അലോയബിൾ ആണ്. ദെൻ അതർ ദാൻ ബാഗേജ് ആണെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് ആവശ്യമുണ്ട്. ഈ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന 2 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഡ്രഗ് പേഴ്സണൽ യൂസിനാണെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഡ്രഗ് ഈസ് ഫോർ ബോണഫൈഡ് പേഴ്സണൽ യൂസിനാണെന്ന് തെളിയിക്കാൻ പറ്റണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ക്വാണ്ടിറ്റി റീസണബിൾ ആയിരിക്കണം വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് RMP. ഓക്കെ, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എഴുതി സൈൻ ചെയ്ത ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ പ്രിസ്ക്രിപ്ഷനകത്ത് ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കുന്ന ഒരു ടാബ്ലറ്റാന്ന് വെച്ചോ, അത് 30 daysനാണുള്ളത്. അപ്പോൾ എത്ര ടാബ്ലറ്റ് അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, 30 tablets ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് പറയുന്നത്,
പേഴ്സണൽ ബോണഫൈഡ് ബാഗേജിലുള്ളതല്ല എങ്കിൽ പെർമിറ്റ് ആവശ്യമുണ്ട്. ആ പെർമിറ്റ് കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻസ് എന്താണ്? ഡ്രഗ് പേഴ്സണൽ ബോണഫൈഡ് യൂസേജിനായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. ദെൻ റീസണബിൾ ക്വാണ്ടിറ്റി ആണെന്ന് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് തെളിയിക്കുക. ഇത്രയാണ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ഓഫ് ന്യൂ ഡ്രഗ്സ്. എന്താണ് ന്യൂ ഡ്രഗ്സ് എന്ന് നിങ്ങൾക്കറിയാലോ? ജസ്റ്റ് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് ന്യൂ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. നോർമലി എന്താണ്, ന്യൂ ഡ്രഗ്സ് അലൗഡ് അല്ല. ഒരു കൺട്രിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവദനീയമല്ല. പക്ഷേ ചില കണ്ടീഷൻസിൽ അത് നടക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാങ്ഷൻ വേണം. ഓക്കെ, ഇങ്ങനെയുള്ള ന്യൂ ഡ്രഗ്സ് നമ്മുടെ കൺട്രിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് എന്താണ് സാങ്ഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ന്യൂ ഡ്രഗ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡ്രഗ്സ് ഹൂസ് composition is not recognized as safe for use by the experts and not used in large quantity. ഓക്കെ, എക്സ്പേർട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഈ ഡ്രഗിൻ്റെ കോമ്പോസിഷൻ എന്തല്ല യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേഫ് ആണെന്ന് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇതുവരെ പോപ്പുലേഷൻസിൽ യൂസ് ചെയ്തിട്ടില്ല. ദെൻ പേറ്റന്റ് ഓർ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് കണ്ടെയ്നിങ് ന്യൂ ഡ്രഗ്സ്. എന്താണ് പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ഡ്രഗ്സ് എന്താണ് ന്യൂ ഡ്രഗ്സ് ആയിട്ട് കണക്കാക്കുക. ദെൻ ഇതിനൊരു ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ്. ഈ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് വേണ്ടത്? ഈ ആപ്ലിക്കേഷൻ, ഈ സ്പെഷ്യൽ പെർമിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് കൂട്ടത്ത് ഷെഡ്യൂൾ വൈ ഡേറ്റ് ഉണ്ടായിരിക്കണം. ഷെഡ്യൂൾ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ ഐ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയൽ ഡേറ്റാസ് ആണ്. അപ്പോൾ ആ ഡേറ്റയും കൂടെ ഉണ്ടായിരിക്കണം എന്തിൻ്റെ സാങ്ഷൻ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ന്യൂ ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സാങ്ഷൻ ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ വൈ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആപ്ലിക്കേഷന് കൂടെ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ദെൻ ലാസ്റ്റ് വൺ, ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് വിത്തൗട്ട് ലൈസൻസ് ഓർ പെർമിറ്റ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ലൈസൻസോ പെർമിറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസ് ഇല്ലേ, ഏതൊക്കെയായിരുന്നു? ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് ഈസ് പ്രൊഹിബിറ്റഡ്. സെക്കൻഡ് വൺ, ഡ്രഗ് വിച്ച് മേ ബി ഇമ്പോർട്ടഡ് അണ്ടർ ലൈസൻസ് ഓർ പെർമിറ്റ്. അതായത് ഓൾറെഡി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലൈസൻസ് ഓർ പെർമിറ്റോട് കൂടെ മാത്രമോ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ്. ഈ 2 ക്ലാസിഫിക്കേഷൻസിലും വരാത്ത എല്ലാ ഡ്രഗ്സും നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് ലൈസൻസ് ഓർ പെർമിറ്റ്. ഓക്കെ, ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബിഫോർ ഇമ്പോർട്ട്, ഇമ്പോർട്ടർ or manufacturer should submit a declaration to the customs collector. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആരാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം? കസ്റ്റംസ് കളക്ടർ അല്ലെങ്കിൽ കസ്റ്റംസ് കളക്ടറിന് എന്ത് കൊടുക്കണം? ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ 3 ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് കംപ്ലൈ ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റംസ് കളക്ടറിന് ഒരു ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് 3rd ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സിനകത്ത് വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സിനകത്ത് പറയുന്ന കാര്യം. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട് ഈസ് പ്രൊഹിബിറ്റഡ്, ഡ്രഗ്സ് വിച്ച് മേ ബി പെർമിറ്റഡ് അണ്ടർ ലൈസൻസ് ഓർ പെർമിറ്റ്, ദെൻ ലാസ്റ്റ് വൺ ഡ്രഗ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ് വിത്തൗട്ട് ലൈസൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ നോക്കുന്നത് മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സിനെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, ഈ DNC ആക്ടിനകത്ത് തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.